ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ജൂൺ മാസം 2-ാം തീയതി മുതൽ തലവര മാറുന്ന രാജയോഗപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്ന 7 രാശിക്കാരെ പറ്റിയാണ് പറയുന്നത്. ജൂൺ 2-ാം തീയതി മഹാവ്യാഴമാറ്റം സംഭവിക്കുന്നു. വ്യാഴം 12 വർഷങ്ങൾക്ക് ശേഷം കർക്കിടകം രാശിയിലേക്ക് ഉച്ചസ്ഥനായി രാശി മാറി വരുന്ന സമയം. ഇത് ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതം തന്നെ വളരെയധികം ഗുണപ്രദമായ തരത്തിൽ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന ഈ ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ ഈ ഒരു സമയം, ഈ ഒരു വർഷക്കാലം മുന്നോട്ട് നിങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം ആർക്കൊക്കെയാണോ വ്യാഴ മഹാദശ നടക്കുന്നത്, അതല്ല മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്നവരുണ്ടെങ്കിൽ, വ്യാഴം സ്വന്തം ജനന ജാതകപ്രകാരം ശുഭനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരും. അതിനെപ്പറ്റി കൂടുതൽ വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് വളരെ ഉത്തമമായിരിക്കും. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ജൂൺ 2 മുതൽ രാജയോഗപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ നല്ലൊരു സമയം ആരംഭിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് 7ര ശനിയിൽ ബുദ്ധിമുട്ടുന്നവരാണ് പലരും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ധാരാളമാണ് മേടം രാശിയിൽ. നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റത്തോടുകൂടി ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പൊതുവെ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകൾ, അലച്ചിലുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വന്നിരുന്നവരാണ് പലരും. കയ്യിൽ പണം നിൽക്കുന്നില്ല. ഈ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി മാറുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. വ്യാഴം മേടം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ അധിപതിയാണ്. ആ ഭാഗ്യാധിപതിയായ വ്യാഴം കർക്കിടക രാശിയിൽ, അതും മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ രാശിയിൽ, കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനാകുന്ന സമയമാണ്. പൊതുവെ ഈ ഒരു സമയം മേടം രാശിക്കാരെ സംബന്ധിച്ച് സുഖാനുഭവങ്ങൾ ലഭിക്കും. മാനസികവും ശാരീരികവുമായിട്ടുള്ള സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുക, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വന്നു ചേരുക, അപ്രതീക്ഷിത ധനലാഭം വന്നു ചേരും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടു കിട്ടുന്ന സമയം. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങി തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയം. വ്യാഴം ഭാഗ്യാധിപതിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധിച്ചിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ആരോഗ്യപരമായ മുന്നേറ്റം, സാമ്പത്തിക ഉയർച്ച, ഭൂമി, ഗൃഹയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. മേടം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ചൊരു വീട് വാങ്ങുന്നതിനും ഭൂമി വാങ്ങുന്നതിനും വണ്ടി വാഹന യോഗങ്ങളുമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. പലർക്കും വിദേശത്ത്, കടൽ കടന്ന് വിദേശത്ത് ജോലിക്ക് പോകുവാനുള്ള അവസരങ്ങളും ഈ ഒരു വ്യാഴമാറ്റം നൽകും. 12ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് യാത്രകളെ കൂടി ഉൾപ്പെടുത്തുന്ന ഭാവമായതുകൊണ്ട് പലർക്കും വിദേശവാസം, വിദേശ ജോലി അനുഭവത്തിൽ വരിക. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക. അങ്ങനെ എല്ലാ തരത്തിലും മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആയുരാരോഗ്യ സൗഖ്യം വ്യാഴം നൽകുന്ന ഒരു സമയമാണ്. ഇതിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. ജാതകപ്രകാരം കൂടെ നല്ലൊരു ദശാകാലഘട്ടമാണ്, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്ന
തലവര മാറുന്ന തരത്തിൽ അത്രമേൽ രാജയോഗപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ഈ ഒരു ജൂൺ 2 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും വ്യാഴമാറ്റം ഏറ്റവും ഉത്തമമാണ്. ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നോക്കിയാൽ അവരവരുടെ കർമ്മരംഗങ്ങളിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട്. ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങളേറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മുന്നേറ്റം, അതായത് പലർക്കും ആഗ്രഹിച്ച ഒരു പദവി മാറ്റം, പദവി ഉയർച്ച, സ്ഥാനമാറ്റം ഇതൊക്കെ ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായ സമയമാണ്. മിഥുനം രാശിയിൽ വരുന്ന പല വ്യക്തികളും ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് കയറുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. അത്രമേൽ കർമ്മസംബന്ധമായിട്ടുള്ള ഉയർച്ച, നന്മകൾ ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനലാഭം കർമ്മ മേഖലയിൽ കൂടെ വന്നു ചേരും എന്നുള്ളതാണ്. ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ മുന്നേറ്റം വന്നു ചേരും. പലർക്കും പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. ബിസിനസ് മേഖലയിലൊക്കെ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ നേരിട്ടിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടതകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മിഥുനരാശിക്കാർക്ക് അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകരമായിട്ടുള്ള വിവാഹം, അതുപോലെ തന്നെ ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം. സാമ്പത്തികമായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട്. കഴിഞ്ഞ കാലങ്ങളിൽ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് കാലതാമസങ്ങൾ, തടസ്സങ്ങൾ ഇതൊക്കെ അനുഭവപ്പെട്ടിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹ യോഗം ലഭിക്കുന്ന സമയമാണ്. അനുയോജ്യരായ ജീവിത പങ്കാളികളെ നിങ്ങൾക്ക് ലഭിക്കും. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിക്കാർക്കും സമയം വളരെ വളരെ അനുകൂലമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സ്വസ്ഥത ഇതൊക്കെ അനുഭവത്തിൽ വരും. വിവാഹബന്ധം ഒരു വേർപെടുന്ന അവസ്ഥയിൽ കഴിയുന്നവരാണെങ്കിൽ പോലും അതൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്, ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഒക്കെ ഈ ഒരു വ്യാഴമാറ്റം മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നൽകും. ഇത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. വ്യാഴമാറ്റം നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് ഈ സമയത്ത് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ഈ വ്യാഴമാറ്റം നൽകുമാറാകട്ടെ, ജൂൺ 2 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ വ്യാഴം ഉച്ചസ്ഥനാകുന്ന സമയമാണ്. ഈ ഒരു സമയം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സാധിക്കുന്ന ഒരു വർഷക്കാലമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ട അല്ലെങ്കിൽ പകുതി വഴിയിൽ ഉപേക്ഷിച്ച പല കാര്യങ്ങളും പുനരാരംഭിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനലാഭം, നേട്ടം, ജീവിത സൗഭാഗ്യങ്ങൾ, ജീവിത വിജയങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെ അധിപതിയുമായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആശുപത്രിവാസം, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി, ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. കടബാധ്യതകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണ്, ഏത് തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾക്കതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. ഒരു വഴി തെളിഞ്ഞു കിട്ടും.
അപ്രതീക്ഷിതമായി കൈകളിലേക്ക് പണം വന്നു ചേരും. നിങ്ങളുടെ കടബാധ്യതകൾ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ പരിഹരിക്കുവാൻ സാധിക്കും. അതിനുള്ള ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾ നേരിടുന്ന ശത്രുതകൾ, അത് നിങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിലോ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ എത്ര നന്മ ചെയ്താലും അനാവശ്യമായൊരു എതിർപ്പ്, ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റമുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുകയും പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ ലഭിക്കുകയും ചെയ്യും. പ്രധാനമായും ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഭാഗ്യം പലർക്കും പല തരത്തിലായിരിക്കും. ചിലർക്ക് ആഗ്രഹിച്ചൊരു ജോലി ലഭിക്കുന്നത് മൂലം, അല്ലെങ്കിൽ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായൊരു ഭൂമി, വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷക്കാലമാണിത്. അനുയോജ്യമായ മംഗല്യഭാഗ്യം ലഭിക്കുന്നതിലൂടെ, ആരോഗ്യം വീണ്ടും കിട്ടുന്നതിലൂടെ, അങ്ങനെ പല തരത്തിൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു വർഷക്കാലമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ഒരു വർഷക്കാലമെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തൂ. കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായും മാറ്റുന്ന തരത്തിലാണ് ഈ ഒരു വ്യാഴമാറ്റമുള്ളത്. 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനാകുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിന് തന്നെ സുഖം, സമാധാനം, സന്തോഷമെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. കൂടുതൽ അവരവരുടെ ജീവിതത്തെപ്പറ്റി വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമായിട്ടുള്ള ഒരു വർഷക്കാലമാണ് ജൂൺ 2 മുതൽ ആരംഭിക്കുന്നത്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് സർവശ്രേഷ്ഠമായ ഭാവത്തിൽ, 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. 12 വർഷങ്ങൾക്ക് ശേഷം കർക്കിടകം രാശിയിൽ വ്യാഴം ഉച്ചസ്ഥനാകുമ്പോൾ നിങ്ങൾക്കത് സർവാഭീഷ്ട ലാഭസ്ഥാനമായിട്ടാണ് വരുന്നത്, 11ാം ഭാവം. ഈ 11ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള അഭിവൃദ്ധി, മുന്നേറ്റം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷക്കാലം എന്നൊറ്റ വാക്കിൽ പറയാം. 11ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ലഭിക്കും. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിൽ ഏറ്റവും നല്ല ഉയർച്ച, നല്ല ആരോഗ്യം, നല്ല വിവാഹം, ദാമ്പത്യ കുടുംബജീവിതം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുക, വിദ്യാഭ്യാസത്തിൽ കൂടെ ഉയർന്ന ജോലി ലഭിക്കുക, അങ്ങനെ എല്ലാ തരത്തിലും സ്വന്തമായ ഭൂമി, ഗൃഹം, വാഹന യോഗങ്ങൾ, ഇങ്ങനെ എല്ലാവിധ നന്മകളും ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. പലർക്കും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നല്ല നല്ല കാര്യങ്ങൾക്കത് ഉപയോഗിക്കാൻ, ഗുണപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും, അതുപോലെ ചെറുതാണെങ്കിൽ പോലും കന്നിരാശിക്കാരായ പലർക്കും നല്ലൊരു സമ്പാദ്യം അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലവുമായിരിക്കും. അനാവശ്യ പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു സമയവും കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈയൊരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. മാനസികവും ശാരീരികവുമായ സുഖം, സമാധാനം, സന്തോഷം നിങ്ങൾക്ക് ഈയൊരു സമയത്ത് ലഭിക്കും. ഭൂമിക്കും ഗൃഹത്തിനും ഒക്കെയുള്ള യോഗം നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. കന്നിരാശിക്കാരെ പറ്റി പ്രധാനമായിട്ടും പറയേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹയോഗം ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വന്നു ചേരും. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഉത്തമമാണ്. നല്ലൊരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വേർപിരിവുകളോ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയവും, ദമ്പതികളെ സംബന്ധിച്ച് ജീവിത പങ്കാളി മുഖാന്തരം ജീവിതത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ, നന്മകൾ ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും.
11 വ്യാഴം നിങ്ങൾക്ക് സർവാഭീഷ്ടമാണ് ഫലം. നിങ്ങൾ ഓരോരുത്തരും എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത്, ആ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കുന്ന സമയമാണ്. ആഗ്രഹ സാഫല്യമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങളും ഓരോ പരിശ്രമങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുന്ന ഒരു വർഷക്കാലമാണ്. ഇനി അവരവരുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ, ഭാഗ്യാധിപതി. ആ ചന്ദ്രൻ്റെ രാശിയിൽ, കർക്കിടകം രാശിയിൽ 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം ഉച്ചസ്ഥനാവുകയാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ധനകാരകനാണ്, ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും. ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച്, പണം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കഷ്ടതകൾ വിട്ടുമാറുന്നതാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു വഴി തെളിഞ്ഞു കിട്ടും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളിലേക്ക് പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം എന്താണോ അത് മുഖാന്തരവും അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാനം വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഈ ഒരു വ്യാഴമാറ്റത്തോടെ മാറും എന്നുള്ളതാണ്. ഒരുപാട് ജീവിത മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ പലർക്കും പലതരത്തിലുള്ള നന്മകളും സംഭവിക്കുന്ന ഒരു വർഷക്കാലം. അതുപോലെ കുടുംബത്തിൽ വിവാഹം, അതുപോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകാര്യങ്ങൾ ഈ ഒരു വർഷക്കാലം ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. പ്രധാനമായിട്ടും ഭൂമി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ ഭൂമി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ക്രയവിക്രയം, കൈമാറ്റം നടത്തുവാനുള്ള ഏറ്റവും നല്ലൊരു വർഷക്കാലവുമാണ് ഇത്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. സ്വന്തമായ ഭൂമി, ഗൃഹം, ഇതിനൊക്കെയുള്ള യോഗം വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴം നൽകുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും വിവാഹം കഴിഞ്ഞ് ഏറെക്കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുത്രഭാഗ്യം, സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന ഒരു സമയം, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സകളൊക്കെ നടത്തി വരുന്നവരാണെങ്കിൽ അതൊക്കെ ഫലപ്രദത്തിൽ വരുന്ന ഒരു സമയവും കൂടിയാണ്. പ്രധാനമായി വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, വിദേശത്ത് ഉപരിപഠനത്തിനുള്ള ഭാഗ്യം വന്നു ചേരുക, വിദേശ ജോലി ലഭിക്കുക, അവരുടെ വിവാഹം നല്ല അനുയോജ്യമായ മംഗല്യം നടക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും. അതുപോലെ സന്താനങ്ങളെ കൊണ്ട്, കുട്ടികളെ കൊണ്ട് വൃശ്ചികം രാശിക്കാരായ മാതാപിതാക്കൾക്കും സുഖം, സമാധാനം, സന്തോഷം എല്ലാം അനുഭവത്തിൽ വരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായിട്ട് വന്നു ചേരും. ഒരുപാട് ജീവിത ഉയർച്ചകൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നതായിരിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ആ ഒരു ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക. വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുന്ന ഒന്നാണ് ഈ ഒരു വ്യാഴമാറ്റം. വൃശ്ചികം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനം, സന്തോഷം, സുഖം, നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു വർഷക്കാലമാണ് അവരവരുടെ കുടുംബത്തിൽ. ഇതിനെ നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടതകൾ, നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ടറിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്.
ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, അത് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മസംബന്ധമായിട്ടും ദാമ്പത്യ കുടുംബജീവിതത്തിലുമെല്ലാം വലിയ മാറ്റങ്ങളാണ് ഈശ്വരൻ നൽകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ജൂൺ 2 മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് കേന്ദ്രസ്ഥാനത്ത് 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. 7-ാം ഭാവം കേന്ദ്രഭാവമായതുകൊണ്ടും വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് ഉച്ചസ്ഥനായിട്ട് കർക്കിടകം രാശിയായിട്ട് ആ 7-ാം ഭാവം കേന്ദ്രസ്ഥാനം വരുന്നതിനാലും നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട് ആരംഭിക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ടും നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമായിരിക്കും. ഏത് തരത്തിലുള്ള മാനസിക വ്യതകളിൽ കൂടെ, വിഷമതകളിൽ കൂടെ കടന്നു പോകുന്ന മകരം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മനസ്സിന് ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന കാലഘട്ടം, നിങ്ങളുടെ ജീവിത മുന്നേറ്റത്തിൻ്റെ ഒരു സമയം എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം. മകരം രാശിയിൽപ്പെട്ട പലരും പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. ജോലി സംബന്ധമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരവർക്കോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക കടബാധ്യതകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന ഒരു സമയമാണ്. മാനസികമായിട്ടുള്ള സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണഫലങ്ങൾ, നന്മകൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. സഹോദരങ്ങളുമായിട്ട് നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിട്ടുമാറി അവരുമായിട്ട് നല്ല രീതിയിൽ പഴയതുപോലെ ആ ബന്ധം പുതുക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല അവസരങ്ങളും മകരം രാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരും. അതുപോലെ പ്രധാനമായിട്ടും മകരം രാശിക്കാർക്ക് ഒരുപാട് ശുഭ ചിലവുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് മുന്നോട്ട് ആരംഭിക്കുവാൻ പോകുന്നത്. പലർക്കും പലതരത്തിലുള്ള നന്മകൾ, സ്വന്തമായിട്ട് ഭൂമി വാങ്ങുക, ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുക, അതുപോലെ വണ്ടി വാഹന യോഗങ്ങൾ, ഇതെല്ലാം ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളിൽ പലർക്കും അനുഭവത്തിൽ വരും. വിദേശ ജോലി, വിദേശ പഠനം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. പലർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ ഒക്കെ ജോലി മാറ്റത്തിന്, കർമ്മസംബന്ധമായ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളിൽ പലർക്കും അതൊക്കെ അനുഭവത്തിൽ വരികയും ചെയ്യും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം ഒക്കെ ലഭിക്കുന്ന സമയമാണ്. പ്രധാനമായിട്ടും മകരം രാശിക്കാരെ സംബന്ധിച്ചൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിത പങ്കാളികളെ ലഭിക്കുന്ന ഒരു സമയമാണ്. പലർക്കും വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ കുടുംബജീവിതം ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി ലഭിക്കും. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കതും അനുഭവത്തിൽ വരുന്നതാണ്. വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകളെല്ലാം വന്നു ചേരും. ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ്. ഒരു മുന്നേറ്റ കാലഘട്ടമെന്ന് പറയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും, അത് പണം സംബന്ധിച്ചതാണെങ്കിലും ആരോഗ്യപരമാണെങ്കിലും ബന്ധങ്ങളിൽ ഉള്ള കാര്യങ്ങളാണെങ്കിലും ഒരു ജോലി സംബന്ധിച്ചിട്ടുമെല്ലാം നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയം ആരംഭിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 7ാം ശനി മൂലം അത്രമേൽ ബുദ്ധിമുട്ടുന്നവരാണ് മീനം രാശിയിൽപ്പെട്ട പല സ്ത്രീ പുരുഷന്മാരും. ഈ ഒരു 7ാം ശനിയുടെ കാഠിന്യം ബുദ്ധിമുട്ടില്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തികൾ മീനം രാശിയിൽപ്പെട്ടവർ മുന്നോട്ട് പോകുന്നു എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജനന ജാതകപ്രകാരം അത്രമേൽ ശുഭനായിട്ടുള്ള ലഗ്നത്തിന് അത്രമേൽ ശുഭനായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു 7ാം ശനിയുടെ പിടിയിൽ നിന്ന് മുക്തി നേടുവാൻ സാധിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം പേരെ സംബന്ധിച്ചും വളരെയധികം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ്. അത് നമുക്കൊരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല. അത്രമേൽ പ്രതിസന്ധികൾ, മാനസികം, ശാരീരികം, സാമ്പത്തികം, സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് ഇങ്ങനെ പലതരത്തിൽ ആരോഗ്യപരമായിട്ട് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ധാരാളമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി വളരെ വലിയൊരു ആശ്വാസമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വ്യാഴം നിങ്ങൾക്ക് 5ാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം മീനം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. മീന ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ച് ലഗ്നാധിപനും വ്യാഴമാണ്. അങ്ങനെയുള്ള വ്യാഴം നിങ്ങളുടെ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ആ ചന്ദ്രൻ്റെ രാശിയിൽ 5ാം ഭാവത്തിൽ തന്നെ ഉച്ചസ്ഥനാകുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെയോ ബുദ്ധിമുട്ടുകളിൽ കൂടെയോ കടന്നു പോകുന്നവരാകട്ടെ, അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിട്ടുമാറും. പുതിയ വഴികൾ, പുതിയ അവസരങ്ങൾ, ഒരു പുതിയ ജീവിതം എന്ന് തന്നെ പറയാം നിങ്ങളുടെ മുൻപിൽ തെളിയുന്നത്. കാരണം വ്യാഴം നിങ്ങൾക്ക് അത്രമേൽ ശുഭനാണ്. പൂർവ്വപുണ്യസ്ഥാനം ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മൂടിക്കെട്ടി നിൽക്കുന്ന ആ ഒരു കാർമേഘം പൂർണ്ണമായിട്ട് വിട്ടുമാറി ഈശ്വരാനുഗ്രഹം, ആ സൂര്യൻ്റെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീഴുന്ന ഒരു സമയമാണ്. വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ ഈ ഒരു സമയത്ത് ലഭിക്കും. പ്രത്യേകിച്ച് വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് കർമ്മസ്ഥാനത്തിൻ്റെ, ജീവനസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ചെയ്യുന്ന ജോലി, തൊഴിൽ ഈ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ഈ വ്യാഴമാറ്റത്തോടുകൂടി മാറിക്കിട്ടും എന്നുള്ളതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, ഒരു പുതിയ സ്ഥലത്തേക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു മാറ്റം ലഭിക്കുക, പദവിയിൽ ഒരു ഉയർച്ച ലഭിക്കുക, ശമ്പള വർധനവ് ലഭിക്കുക, ഏറെക്കാലമായിട്ട് ഒരു സർക്കാർ സർവീസിലേക്ക് ഒരു ജോലിക്ക് ആഗ്രഹിച്ചിരുന്ന മീനം രാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു സർക്കാർ സർവീസിലേക്ക് ജോലിക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. വിദേശ ജോലി ഇതൊക്കെ അനുഭവത്തിൽ വരുന്നു. പ്രധാനമായും നിങ്ങളൊരു ബിസിനസ്, തൊഴിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ ഒരു ബിസിനസ് മേഖലയിൽ, തൊഴിൽ സംരംഭങ്ങളിലൊക്കെ നേരിട്ടിരുന്ന പല തരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, നിങ്ങളുടെ ബിസിനസ് മേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അതിൽ നിന്ന് ധാരാളം ധനലാഭം, ധനവരവുണ്ടാവുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. വിദേശ ജോലിയൊക്കെ മീനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കും. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു വർഷക്കാലമാണ്. അവർക്ക് നല്ല ജോലി, ഉപരിപഠനം, വിദേശവാസം, വിദേശ ജോലി ലഭിക്കുന്ന സമയം, അവർക്ക് നല്ല വിവാഹം നടക്കുന്ന സമയം, അവർക്ക് ഏറ്റവും അധികം ജീവിതത്തിലൊരു ഉയർച്ച കൈവരുന്ന ഒരു വർഷക്കാലവും, സന്താനങ്ങളെ കൊണ്ട് മീനം രാശിക്കാരായ മാതാപിതാക്കൾക്കും ഏറ്റവും അധികം സുഖം, സമാധാനം, പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതുപോലെ മീനം രാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയം സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏതെങ്കിലും ചികിത്സകളൊക്കെ നടത്തി വരുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണ ഫലത്തിൽ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. പ്രധാനമായും നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം ഏറ്റവും അത്യുത്തമമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റമൊക്കെ ലഭിക്കും. പലർക്കും സ്വന്തമായി ഭൂമി, ഗൃഹത്തിനുള്ള യോഗം ഈ വ്യാഴമാറ്റം നൽകും. പൂർവികപരമായിട്ട് ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കേണ്ട വ്യക്തികൾക്ക് അതൊക്കെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളുടെയും തലവര വിധി തന്നെ മാറും എന്നുള്ളതാണ്. പലതരത്തിൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പ്രതിസന്ധിയിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്ന പലർക്കും ഒരു വളരെ വലിയൊരു വഴിത്തിരിവ്, ഒരു മാറ്റമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. നിങ്ങളുടെ ജീവിതം ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി നല്ല രീതിയിൽ രക്ഷപ്പെടും എന്ന് ഉറച്ചു വിശ്വസിച്ചോളൂ. വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്.
മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.